വിജയനെ ഓർത്ത് കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ന്യൂ ഇന്ത്യ ചർച്ച കൊണ്ട് പ്രവർത്തകർ എക്കാലത്തും ഒരു താങ്ങായിരുന്നു. ആ പ്രിയപ്പെടുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് എനിക്ക് എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. ശിശുക്കൾക്കെന്നും താൻ ഒരു കൈത്താലാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ മോളും നാട്ടിൻ്റെ കുടുംബം എല്ലാം നിങ്ങളുടെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാനും തനിക്കും തൻ്റെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. അവർ ജോബിൻ്റെ ഭാഗത്തുള്ള അനുഗ്രഹീത ദേവദാസന്മാർ, തിരുവിതാസൻ്റെ സൂഷൻ പാസ് ബെന്നി, ലോകസഭയുടെ പാസ്സായിരിക്കുന്ന സാമിൻ്റെ പിതാവ് ടി എബ്രഹാം, തന്നെ മുമ്പ് ഈ സഭയുടെ സൂഷകനായിരുന്നു. അവരെല്ലാവരെയും ഞാൻ ഈ വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിശേഷാൽ എന്ന് പറഞ്ഞാലും ദൈവം സൂക്ഷിക്കുവാനായി കടന്നുവരിക്കുന്ന ഇന്ത്യ ചർച്ചകളുടെ റീജിയൽ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ബോർഡാൻ അവരുടെ ഞാൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഭാഗസഭയെ ആസ്വദിക്കുന്നത് നെടുമങ്ങാട് സന്ദർശനായ പാസ്റ്റർ മോറീസ് അവർക്കാണ്. തന്നെ സൂക്ഷിച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിപ്പിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദേവദാസന്മാർ, അപ്പോൾ തന്നെ ഓഡിറ്റോറിയത്തിൽ അനുഗ്രഹീതരായ ധാരാളം ദേവദാസന്മാരുടെ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നിങ്ങളെ ഈ വിഭാഗസഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹീത ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, ഈ സിവിൽ പ്രത്യക്ഷമായും പരോക്ഷമായും സഹകരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നമ്മുടെ വീഡിയോ ഗ്രാഫർമാർ, ചെറുതാക്കളായ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഈ ആത്മീയതയിൽ വിവാഹ സൃഷ്ടി നിങ്ങൾ ആരംഭിക്കുന്ന കുടുംബത്തിൽ ഏറ്റവും ധന്യമായിരിക്കുവാൻ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏക വിഷയം എന്നത് പ്രാർത്ഥന. പ്രൈസലോ ഈ വിവാഹ സന്തോഷിക്കുന്ന സംബന്ധിക്കുന്ന അതേ സന്തോഷത്തോടെ ഇവരെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം ഒത്തിരി കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു ചുറ്റുപാടിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വലതുകരം കൊടുത്ത് അതേ സ്വന്തം ഉഭയസമ്മതം ചെയ്ത് കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണം വരെ ഒരനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഗ്രാമം കുറിക്കുകയാണ്. പ്രാരംഭമായിട്ട് കൊണ്ട് തിരുവല്ല സെൻട്രൽ പാസ്റ്റർ ബെന്നി അവരുടെ ഓർക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അല്പസമയം ദൈവം സൂക്ഷിക്കും. വളരെ പ്രാർത്ഥന നമുക്കായിരിക്കാം. കർത്താവദാസനെ ദൈവം സൂക്ഷിക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസം ഇരിക്കുന്നു. കർത്താവിനെ ധാരാളമായിരിക്കും. കർത്താവിനെ രക്ഷിതമായ നമ്മുടെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന ദൈവത്ത പുതുവരന്മാർക്ക്, കർത്താവിനെ അനുഗ്രഹീതരായ ശ്രേഷ്ഠദൈവഭക്തന്മാർ, ഇരുഭാഗത്തുനിന്നും കടന്നുവന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് വിവാഹിതരാകുന്ന ജോബിൻ സഭ പെരുരുത്തി സഭയിലെ ഒരു സജീവ അംഗമാണ്. അല്പകാലമേ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളെങ്കിലും വളരെ അക്ഷയമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ കുടുംബമാണ് ജോബിയുടെ കുടുംബം. അതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തനിക്ക് വേണ്ടി ഇത് പകൽ അപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ പശ്ചാത്തലമല്ല ഒരു കുടുംബത്തിൽ നിന്നും തനിക്ക് യോഗ്യമായ ഒരു സഹോദരിയ ദൈവം ഒരിക്കൽ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ഈ വിഭാഗ ശുശ്രൂഷയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ബൈബിൾ പ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യമാണ്. ഇത് മാന്യമായിരിക്കുന്നതിന്റെ കാരണം വിവാഹത്തിന്റെ സ്ഥാപകൻ മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. ആദ്യ മനുഷ്യനായ ആദാമിനെയും ഹവ്വയെയും തമ്മിൽ യോജിപ്പിച്ച് കുടുംബജീവിതം ഭൂമിയെ സ്ഥാപിപ്പാൻ ഇടയായിത്തീർന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വിവാഹത്തെ സംബന്ധിച്ചുകൊണ്ട് വിവാഹത്തിന്റെ കുറവിനെ പരിഹരിച്ചതായി നമുക്ക്
തിരുവചനത്തിൽ വായിക്കാൻ കഴിയുന്നു. അപ്പോസ്തലരെ എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യമാണ് എന്ന് രേഖപ്പെടുത്തി പരിശുദ്ധാത്മാവ് ഈ വിവാഹ അവസ്ഥയെ ആശീർവദിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ത്രിയേക ദൈവം ഒരുപോലെ ആശീർവദിച്ചതായ ഒരു മകനീയ ശുശ്രൂഷയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കണം. കുടുംബജീവിതത്തിന്റെ ഭദ്രതയും അതിൽ സന്തോഷവും ആനന്ദവും അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ കുടുംബം സ്ഥാപിച്ച സർവശക്തനായ ദൈവം അതിന് ഒരു കാറ്റരോഗ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം അനുസരിച്ചാൽ, ആ വചനപ്രകാരം ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം പണിതാൽ അത് എന്നും നിലനിൽക്കുകയും സന്തോഷ അനുഭവങ്ങൾ പ്രാപിക്കുവാനും കഴിയും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബജീവിതം സന്തോഷകരമായി തീരണമെങ്കിൽ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇതിവിടെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ 3 വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഒന്ന്, ഇന്ന് വിവാഹിതരാകുന്ന ദമ്പതികൾ. മറ്റൊന്ന്, വിവാഹം കഴിച്ചിട്ട് ധാരാളം വർഷങ്ങളായി കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ. എങ്ങനെ ഇതിന്റെ അകത്തു നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. സമൂഹത്തെ പേടിച്ച് അതിൽ ഒതുങ്ങി മുന്നോട്ട് പോകുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം, എന്ന് ഇതുപോലൊരു ദിവസം എനിക്ക് ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നതായ യുവാക്കന്മാരുണ്ട്. ഈ നിലയിൽ 3 വിഭാഗം ആൾക്കാര് ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ഒരു കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് നിലനിൽപ്പിന് ദൈവവചനം നിർദ്ദേശിക്കുന്നതായ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. 4 നിലയിലുള്ള വിവാഹങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഹവിവാഹമുണ്ട്, പ്രേമവിവാഹമുണ്ട്, ദൈവഹിതപ്രകാരമുള്ള വിവാഹമുണ്ട്. പിന്നെ ഇത് നാം കാണുന്നതായ സിനിമയിലും സീരിയലിലുമൊക്കെ കാണുന്ന ആദർശമുള്ള യുവതിയുവാക്കന്മാരെ ആഗ്രഹിച്ച് വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ വെറും പണം മാത്രമാണ്, മോഹങ്ങൾ മാത്രമാണ്. അത് പലപ്പോഴും പരാജയത്തിൽ അവസാനിക്കുകയാണ്. ബൈബിളിൽ പ്രേമവിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതും പരാജയമായി. യാക്കോബിന്റെയും റാഹേലിന്റെയും വിവാഹം അതൊരു പ്രേമവിവാഹമായിരുന്നു. റാഹേലിന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. മോഹവിവാഹമുണ്ട്. അബ്രാമിന്റെയും താമാറിന്റെയും വിവാഹം അതൊരു മോഹവിവാഹമായിരുന്നു. അത് വലിയ ദുരന്തം വരുത്തിവെക്ക് വേണ്ടിയായിട്ടുണ്ട്. 4-ാമത് ദൈവഹിത പ്രകാരമുള്ളതായ ഒരു വിവാഹം. വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ദൈവഹിത പ്രകാരം അറേഞ്ച് ചെയ്തതായ ഒരു വിവാഹം. അത് ഇസ്ഹാക്കിന്റെയും റിബേക്കയുടെയും വിവാഹമായി. എലിയാസറിനെ അബ്രഹാം തന്റെ മകനൊരു വധുവിനെ കണ്ടെത്തുവാൻ വേണ്ടി സ്വജനത്തിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. റിബേക്കയെ കൂട്ടിക്കൊണ്ട് വരുന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയതായ ഒരു ഇസ്ഹാക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതെ, തന്റെ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖം ഇസ്ഹാക്കിന് തീർന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. നിലനിൽക്കുകയും അത് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രാപിക്കുവാനായിട്ട് പറയാനുണ്ട്. ഒരു
പുരുഷന്മാർ പറയാറുണ്ട്, നിങ്ങളുടെ കണ്ണ് തുറന്ന സ്ത്രീയെ നോക്കണം എന്ന് പറഞ്ഞാൽ, പെണ്ണ് കാണാൻ പോകുമ്പോൾ മുഴു കണ്ണോടുകൂടെ കണ്ണ് തുറന്ന ആളെ നോക്കണം. സോദരൻ, വാ തുറന്ന് സംസാരിക്കണം. സോദരൻ, വിവാഹത്തിന് ശേഷം പകുതി കണ്ണുകൊണ്ട് മാത്രമേ നോക്കാവൂ. സോദരൻ, എങ്കിൽ മാത്രമേ ആ കുടുംബ ജീവിതം അനുഗ്രഹമായിട്ട് പോകുകയുള്ളൂ. കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് തമ്മിൽ അറിയുക എന്നുള്ളതായ ഒരു കാര്യമാണ്. ഇന്നു മുതൽ ഇവർ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങുകയാണ്. ആമോസ് പ്രവചന പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുമിച്ച് നടക്കണമെങ്കിൽ തമ്മിൽ അറിയണം, പരസ്പരമുള്ള അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരുമിച്ച് നടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ തിരുവല്ലയിൽ നിന്നൊരു ആറൊഴുകി വന്നു. ഈ നെടുമങ്ങാട് ഒരു ആറൊഴുകി വന്നു. ആ രണ്ടാറുകളുടെ, രണ്ട് നദികളുടെ ഒരുമിച്ച് ചേർന്ന് ഇന്നു മുതൽ ഇവിടെ വെച്ച് ഒന്നിച്ച് ഒഴുകുവാനായിട്ട് തുടങ്ങുകയാണ്. നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ കടലിലേക്ക് വഞ്ചി ഇറക്കുന്ന സമയത്ത് ചുറ്റുപാടുള്ളവരെല്ലാം വന്നുകൂടി ആ വഞ്ചി തള്ളി കടലിലേക്ക് ഇറക്കാനിടയായിരിക്കും. കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മീൻ പിടിക്കുന്നവർ മാത്രമേ ആ വഞ്ചിയിൽ കാണുകയുള്ളൂ. എന്നതുപോലെ നമ്മളെല്ലാം ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പ്രിയ സഹോദരങ്ങളുടെ ജീവിതമാകുന്ന ഈ പടക് ഈ സാഗരത്തിലേക്ക് ഒന്ന് ഇറക്കുവാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. നാം അല്പസമയം കഴിയുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. പിന്നീട് ഒരുമിച്ച് ഇവർ തന്നെയാണ് ഈ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആത്മീയ ജീവിതത്തിന്റെ, കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ഒന്നാമത്തെ കാര്യം ആത്മീയ ഐക്യത എന്നുള്ളതാണ്. ആത്മീയ ഐക്യത, രണ്ടുപേരും തമ്മിലൊരു ഐക്യതയുണ്ടായിരിക്കണം. ഐക്യതയുണ്ടാകണമെങ്കിൽ ഭർത്താവിനെ ഭാര്യ അറിയണം, ഭാര്യയെ ഭർത്താവ് അറിയണം. ഭർത്താവിന്റെ ഇഷ്ടം എന്താണ്, ഇഷ്ടകേടെന്താണെന്നുള്ളതായ ഒരറിവ് ഭാര്യയ്ക്കുണ്ടാകും. ഭാര്യയ്ക്ക് താല്പര്യമുള്ളത് എന്താണ്, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്താണ് എന്ന് ഭർത്താവ് തിരിച്ചറിയണം. അത് രണ്ടും തിരിച്ചറിഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതം ലക്ഷ്യത്തിൽ മാത്രമേ സന്തോഷമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരാൾ പറഞ്ഞു, ഞാൻ എപ്പോഴും വണ്ടി ടോപ്പ് ഗിയറിൽ മാത്രമേ ഓടിക്കുകയുള്ളൂ എന്ന് പറയാനില്ല. എപ്പോഴും ടോപ്പ് ഗിയറിൽ മാത്രം വണ്ടി ഓടിച്ചാൽ ലക്ഷ്യത്തിൽ എത്തുകയില്ല, അതിടയ്ക്ക് കടന്നു പോകുവാനിടയായിത്തീരും. എന്നാൽ വളവുകളും തിരിവുകളും നട്ടുകളുമൊക്കെ കടന്നു വരുമ്പോൾ അതനുസരിച്ച് അതിന്റെ ഗിയർ ഡൗൺ ചെയ്യേണ്ടത് ഡൗൺ ചെയ്ത്, ടോപ്പ് ചെയ്യേണ്ടത് ടോപ്പ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു വാഹനം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. എന്നതുപോലെ കുടുംബജീവിതം എന്ന് പറയുന്നത് തമ്മിലുള്ളതായ ഐക്യതയാണ് നിലനിൽക്കുന്നത്. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഐക്യത നഷ്ടപ്പെട്ട, പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു. പാപം പ്രവേശിച്ചപ്പോൾ സംഭവിച്ചത് ദൈവവുമായുള്ളതായ ഐക്യത മനുഷ്യനെ നഷ്ടപ്പെട്ടു. 3 തലത്തിൽ മനുഷ്യന് വീഴ്ച സംഭവിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു മാറുവാൻ ഇടയായിട്ടുണ്ട്. ഐക്യത നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താന്റെ ഏറ്റവും വലിയ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരുടെയും കുടുംബ ജീവിതത്തിൽ മൂന്നാമതായ ഒരു വ്യക്തി ഒരിക്കലും കടന്നു വരുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് സ്ത്രീജന കരുകീട മാത്രമെന്നോർത്ത്, ദൈവകൃപയ്ക്ക് കൂട്ടവകാശികളെന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിക്കുമെന്നാണ് അതേ പത്രോസ് പറയുന്നത്.
വായിപ്പാനിടയായത് ഭർത്താവിന്റെ ഇഷ്ടം. നമ്മൾ സാധാരണ പേസ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ഭർത്താവ് പറയുന്നത് അടിഭാഗത്ത് പിടിച്ച് ഞെക്കി വേണം എടുക്കാൻ. ഭാര്യ പേസ്റ്റ് എടുത്താൽ തലക്കേ പിടിക്കത്തുള്ളൂ. പല പ്രാവശ്യം അവളോട് പറഞ്ഞു, ഒരു പേസ്റ്റ് എടുക്കുന്നത് അങ്ങനെയല്ല, അടിഭാഗത്ത് ഞെക്കി വേണം പേസ്റ്റ് എടുക്കാൻ. ഇവിടെ അനുസരിക്കുകയില്ല. എപ്പോഴും പേസ്റ്റ് എടുത്താൽ അതിന്റെ അടപ്പിന്റെ ആ കഴുത്ത ഭാഗത്ത് പിടിച്ചാണ് ഞെക്കി പേസ്റ്റ് എടുക്കുന്നത്. ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തമ്മിൽ പറഞ്ഞ് യോജിക്കാതെ രണ്ടുപേരും പിരിയാനിടയായിച്ചു. ചെറിയ നിസ്സാരമായ വിഷയമാണ്. സ്വന്തം ഒരു അനുസരണ മനോഭാവമില്ല എങ്കിൽ, പരസ്പരമുള്ള അറിഞ്ഞുള്ള ജീവിതമില്ല എങ്കിൽ പരാജയപ്പെടുവാനിടയായിട്ട്. ബലഹീനത പുരുഷൻ അറിയണം, പുരുഷന്റെ ആവശ്യം സ്ത്രീ അറിയണം. ഒരാൾ പറഞ്ഞു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള വഴി ആമാശയത്തിൽ കൂടി. സ്വന്തം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത് ആമാശയത്തിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഇഷ്ടമുള്ളതായ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് വേണം ഹൃദയത്തെ സമ്പാദിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരി, അതേ ദൈവം തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായ പ്രിയ ജോബിയുടെ അതേ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രിയ സഹോദരിയെ ചെയ്യേണ്ടത്. അത് ചെയ്താൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുവാനിടയായി തീരും. ഒന്ന്, കുടുംബ ജീവിതത്തിൽ ആത്മാവിന്റെ ആത്മീയ ഐക്യത നിലനിർത്തുക. രണ്ടാമത്, ആത്മീയ ധാർമ്മികതയുണ്ടായിരിക്കണം. ഇവിടെ കുടുംബ ജീവിതത്തിൽ ഒരു ആത്മീയ ധാർമ്മികതയുണ്ടായിരിക്കണം, ഒരു നീതി ഉണ്ടായിരിക്കണം, തമ്മിൽ തമ്മിൽ ഒരു വിശ്വസ്തത ഉണ്ടായിരിക്കണം. ധാർമ്മികതയ്ക്ക് ഒരു മാറ്റവും വരാൻ പാടില്ല. സ്വതന്ത്രം. ഒരുപക്ഷെ ഇതിനു മുമ്പ് ജോബിയുടെ മൊബൈലിൽ പല ഫോട്ടോകൾ കാണാമായിരിക്കും, പ്രിയ സഹോദരിയുടെ മൊബൈലിൽ പല ഫോട്ടോകൾ കാണാമായിരിക്കും. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്വതന്ത്രം, നിങ്ങളുടെ രണ്ടുപേരുടെയും മൊബൈലിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോയാണ് കാണേണ്ടത്. സ്വതന്ത്രം. ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യണമെന്നറിയാമോ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. സ്വതന്ത്രം. സ്വതന്ത്രം. ഒരു പുതിയ തുടക്കത്തിലേക്ക് കടന്നു വരുമ്പോ ധാർമ്മികത, ആത്മീയ ധാർമ്മികത എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. സമൂഹത്തിന്റെ അതേ പരാജയത്തിന്റെ കാരണം, അതേ സൃഷ്ടിപ്പിൽ തന്നെ സംഭവിച്ചത് ബഹുഭാര്യത്വവും തൽഫലമായിട്ട് കൊലപാതകവും മനുഷ്യ സമൂഹത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായി തീർന്നു. ധാർമ്മികത നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ വാക്കുകൾക്ക് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആത്മീയ ധാർമ്മികത നിങ്ങളുടെ നിലനിർത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ആത്മീയ അതേ ആരാധന ഉണ്ടായിരിക്കണം. ആത്മീയ ആരാധന. സ്വതന്ത്ര ജീവിതത്തിൽ മുഖ്യ സ്ഥാനം അത് ദൈവത്തിന് കൊടുക്കുന്നവരായിരിക്കണം. ബൈബിൾ പറയുന്നത്, മുപ്പിരിച്ചാണ്ട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന്. നിങ്ങൾ രണ്ടുപേരും ചേർന്നുള്ള ജീവിതത്തിലെ മൂന്നാമത്തെ ഘടകം, മൂന്നാമത്തെ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. മൂന്ന് പിരിയുള്ളതായ ഒരു ചരട്, ഒരു കയർ പൊട്ടിക്കുവാനായിട്ട് കഴിയുകയില്ല. രണ്ട് പിരിയുള്ളതിനെ പെട്ടെന്ന് അത് വലിച്ചാൽ പൊട്ടിക്കുവാൻ കഴിയും. എന്നാൽ മൂന്ന് പിരിയുള്ളതായ ആ ചരട്, ആ കയറിനെ വലിച്ച് പൊട്ടിക്കുവാനായിട്ട് കഴിയുകയില്ല. അതേ മുപ്പിരിച്ചരടായി കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മീയ ജീവിതത്തിൽ, ഈ ലോക ജീവിത യാത്രയിൽ ഓളങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ സമയത്ത് അമരത്ത് തലവെച്ചുറങ്ങുന്ന കർത്താവിനെ ഉണർത്തി ആ പടകിനെ ശാന്തമാക്കിയ ശിഷ്യന്മാരെ പോലെ ജീവിത പടകിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ, സ്തോത്രം ചെയ്ത് ഓളങ്ങളും തിരമാലകളും കടന്നു വരുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കുവാനുള്ളതായ അവസരം കൊടുത്താൽ ശുഭതുറമകത്ത് കർത്താവ് നമ്മളെ എത്തിക്കുവാനിടയായിത്തീരും. മാത്രമല്ല, എമ്മസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വാദങ്ങളും തർക്കങ്ങളും കടന്നു വന്നപ്പോൾ കർത്താവായ യേശു അവരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് അവരുടെ ബുദ്ധിയെ തുറന്ന്, കണ്ണുകളെ തുറന്ന്, തിരുവെഴുത്തുകളെ ഗ്രഹിപ്പിച്ച്, സ്തോത്രം,
അവരെ സന്തോഷത്തിലേക്ക് നയിക്കുവാനിടയായി. ജീവിതയാത്രയിൽ വാദങ്ങളും തർക്കങ്ങളും കടന്നു വരുമ്പോൾ കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അതേ കൂട്ടുമെങ്കിൽ അതിനെ ശാന്തതയുടെ അടുക്കലെത്തിക്കുവാൻ, തുറമുഖത്തെത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ ആരാധനയ്ക്ക് മുൻസ്ഥാനം കൊടുക്കണം. പല കുടുംബങ്ങളിൽ നിന്ന് ആരാധനയില്ല. സന്ധ്യാസമയത്ത് ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ടിവിയും സീരിയലും അതിനുവേണ്ടി സമയങ്ങൾ വേർതിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ കുടുംബതലത്തിൽ ആക്ടിവേയുകയും അതേ പല കുടുംബ ബന്ധങ്ങളും ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, സന്ധ്യാസമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവിടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. ദൈവിക അനുഗ്രഹങ്ങളെ ദൈവമായ കർത്താവ് പകരുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ആത്മീയ ആരാധന, ആത്മാവിന്റെ ഐക്യത, അതുപോലെ ആത്മീയ ധാർമ്മികത അത് നിങ്ങൾ പുലർത്തുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ആത്മീയമായ ചില കടപ്പാടുകളുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തോട് നമുക്ക് കടപ്പാടുണ്ട്. മാതാപിതാക്കളോട് കടപ്പാടുണ്ട്. ദൈവസഭയോട് നമുക്ക് കടപ്പാടുണ്ട്. അതേ അശരണരായ ആൾക്കാരോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകളെ നമ്മൾ പുലർത്തിയാൽ, ദൈവത്തിൽ ആത്മീയമായ കടപ്പാടുകളെ നമ്മൾ പുലർത്തിയാൽ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. വാക്കുകളെ ഞാൻ സംഹരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും തകർന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഇന്ന് പല ദൈവവചനത്താൽ പണിയപ്പെടട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നു മുതൽ കുടുംബജീവിതം ആരംഭിക്കുന്നതായ പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആഗ്രഹിക്കും, പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി വേഗത്തിൽ ചൂണ്ടകാണിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. അയിലേക്കും തിരുനേരിക്കും സന്യാസിക്കും ബിഷപ്പിനും പാതിരിയാർക്കും എല്ലാം മാന്യമായ ഒന്നാണ് വിവാഹം. അതുകൊണ്ട് വിവാഹിതരായിരിക്കുന്നവർ, വിവാഹമാകാൻ പോകുന്നവർ, ആകേണ്ടവർ മാന്യതയില്ലാത്തവരല്ല, മാന്യതയുണ്ട്. അത് ആകില്ലെങ്കിൽ
മാന്യതയ്ക്ക് ഏറെ ചില ശതങ്ങൾ കേൾക്കും. അത് വരാതിരിക്കാൻ എല്ലാവരും വിവാഹമായിരിക്കണം എന്ന് നിർബന്ധം. അതുകൊണ്ട് എനിക്കറിയാം ഈ വേദിയിൽ വളരെ നിർണ്ണതി കൊണ്ടുവന്ന പരിപാടിയുണ്ട്. വേദിയിലായിരിക്കുന്ന വധുവരൻ അവർക്ക് ഇന്നത്തെ പ്രശ്നം ശ്രദ്ധിക്കാനുള്ള നിലയിലല്ല ഇരിക്കുന്നത്. എത്രയും നേരം രണ്ടുപേർക്കും തമ്മിലൊരു സംഭാഷണം നടത്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. എന്നാൽ വിവാഹം കഴിഞ്ഞ് പരാജയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊക്കിത് ഭവിച്ചല്ലോ എന്നോർത്ത ഒന്നും ഭവിച്ചിട്ടില്ല. നീ ശരിയായാൽ ഭവിച്ചതെല്ലാം ശരിയാണ്. മോന് ഞങ്ങളുടെ വിവാഹം എപ്പോൾ നടക്കുമെന്ന് കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടർ. എല്ലാവരോടുള്ള വളരെ സന്തോഷമുണ്ട്. കുഞ്ഞെ വിവാഹത്തിന്റെ ആത്മീയത്വം വ്യക്തമായി എടുത്തു പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും ഭാഗമേ ചൂണ്ടിയുള്ളൂ. അവിടെ നിർത്തുന്നു. വിവാഹത്തിൽ ജീവിതത്തിൽ പരാജയപ്പെട്ട ആരെങ്കിലും ഈ വേദിയിൽ ഇരിക്കുന്നെങ്കിൽ, തടന്നവരായിരിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബജീവിതം പണിയേണ്ടത്, നിന്നെ പണിയേണ്ടത്, നിന്റെ ഭാവി പണിയേണ്ടത് യഹോവയായ ദൈവം. ദൈവം നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ കുടുംബജീവിതം ആശീർവാദവും അനുഗ്രഹവുമായിട്ട്. നേരത്തെ ദൈവദാസൻ ഒരു കാര്യം പറഞ്ഞു. റബേക്കയുടെയും ഇസഹാക്കിന്റെയും ചരിത്രം അവരുടെ വിവാഹം വെളിപ്രദേശത്ത് വെച്ച ജലത്തിൽ അവർക്ക് വരുന്നത് കണ്ട ഉടനെ ജലത്തിൽ വന്ന വിവേക പറഞ്ഞു, ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ എലിയാസർ പറഞ്ഞു, നീ വിവാഹം കഴിക്കുന്ന യജമാനൻ ഇദ്ദേഹം തന്നെയാണ്. ഉടനെ അവർ രഥത്തിൽ ഇറങ്ങി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് സംസാരിച്ചോളൂ. നിങ്ങൾ എല്ലാവരെയും കാണാനുള്ള കണ്ണ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ രഥത്തിൽ അവൾ ഇറങ്ങി. അവിടെ യജമാനൻ വരുന്നത് കണ്ടു. ഉടനെ അവൾ രഥത്തിൽ ഇറങ്ങി. അവൾ കുമ്പിട്ടു. അവനെ യജമാനെ എന്ന് വിളിച്ച് അവൾ നമസ്കരിച്ചു. തലയിൽ മൂടുപടം ഇട്ടു. നിങ്ങളുടെ തലയിൽ മൂടുപടം ഉണ്ടോ എന്ന് നോക്കിക്കേ സ്ത്രീ. പുരുഷനെ ബഹുമാനിക്കുന്ന എല്ലാ സ്ത്രീകളും തലയിൽ മൂടുപടം കഴിയും. മൂടുപടമില്ലാത്തതിന്റെ അർത്ഥം സ്ത്രീ പുരുഷനെ ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നതിന്റെ യാഥാർത്ഥ്യം. ദൈവമക്കളുണ്ട്, പാട്ടുമാരുടെ ഭാര്യമാര് മതിലിരിപ്പുണ്ട്. എല്ലാവരുടെയും തല അവനവർ പരിശോധിച്ചു. ഞാനൊരു കാര്യം പറയാം. വേദിയിലിരിക്കുന്ന ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കുന്ന നിങ്ങൾ ഓർത്തോളം പ്രിയ ലുതിയായുടേതായ തല എന്ന് പറയുന്നത് പ്രിയ സഹോദരൻ ലോകം. എന്നാൽ അദ്ദേഹത്തിന്റെ തല ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തലയെ ബഹുമാനിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ടിരിപ്പാൻ സൈനയായി. മാത്രമല്ല, വിവാഹത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ഓർപ്പിച്ചു പറയാം. ഭാര്യയോട് വളരെ വിശ്വസ്തത വേണം. പലപ്പോഴും പല കുടുംബജീവിതങ്ങളിൽ വിശ്വസ്തതയില്ല. സത്യവും ചെയ്യും, പക്ഷേ കള്ളത്തരം. ഈ കഴിഞ്ഞ ദിവസവും ഒരു കുടുംബജീവിതം സംസാരിച്ചപ്പോൾ അവിടെ കുടുംബജീവിതത്തിൽ പരാജയം വന്ന വിശദമായി സംസാരിച്ചു വന്നപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, ഈ പുരുഷൻ വാതുറന്നിട്ട് ഇതുവരെ സത്യം സംസാരിച്ചിട്ടില്ല. ഞാൻ പ്രിയപ്പെട്ട സഹോദരൻ യോബിനോട് പറയാം, ഇന്നലെ വരെയുള്ള വിഷയം നിങ്ങളുടെ വിഷയമല്ല. അഭിഷേകനായ ദൈവദാസൻ ഓർപ്പിച്ചല്ലോ. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും ഉടമ്പടി വാചകം ചൊല്ലി സാധാരണ ഒരു കുടുംബജീവിതമല്ല, ഉടമ്പടിയുടെ ഭർത്താവും ഉടമ്പടിയുടെ ഭാര്യയുമാണല്ല. നേരത്തെ പലതരത്തിലെ കല്യാണങ്ങൾ പറയുന്നെങ്കിലും അത് ഉടമ്പടിയുടെ അല്ല, ഉടമ്പടിയുടെ ഭർത്താവല്ല, ഉടമ്പടിയുടെ ഭാര്യയല്ല. ഇപ്പോൾ ഇരു കൈകളും കൊടുത്ത് വിശുദ്ധന്മാരാൽ ആശീർവദിക്കപ്പെട്ട് ഉടമ്പടിയുടെ ഭർത്താവ് ഉടമ്പടിയുടെ ഭാര്യ നിങ്ങൾ ഇരുവരും മാത്രമേ ഉള്ളൂ. ഈ ഉടമ്പടിക്കകത്ത് വേറൊരാൾക്കും ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല എന്ന യാഥാർത്ഥ്യവും മറക്കരുത്. എന്നാൽ ഇന്ന് മുതൽ ഉടമ്പടി ചെയ്ത് തന്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബജീവിതത്തിൽ
വിശ്വസ്തരായിരിക്കണം. അതിൻ്റെ അകത്ത് അവിശ്വസ്തത കാണിക്കരുത്. അതിൻ്റെ അകത്ത് സംശയം ഒഴിവാകരുത്. അതിൻ്റെ അകത്ത് വേറൊരു അപാകത ഒഴിവാകരുത് എന്ന് ഞാൻ ഓർപ്പിക്കാം. രണ്ട്, ഭാര്യ ഭർത്താവിന് സകലത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താവ് ഭാര്യയോട് നന്നായി വിശ്വസ്തത പാലിക്കണം. ഒരു കാര്യം പറയാം, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കഴിച്ചേച്ച് വീട്ടിലോട്ട് വരുമ്പോൾ മുട്ടായി വാങ്ങിച്ചാലും കഴിച്ചതെന്തെന്ന് അടുക്കൽ കിടക്കുന്ന ഭാര്യയ്ക്ക് നന്നായി അറിയാം എന്നുള്ള യാഥാർത്ഥ്യം മറക്കരുത്. തെളിയിക്കണമോ? ഒറ്റ വാക്കിൽ പറയാം, യാക്കോബ്, ഏശാവ്, ഇവർ രണ്ടുപേരിൽ ഏശാവ് അപ്പന്റെ അടുക്കിലേക്ക് പോയി. അപ്പനൊരു ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു മകനെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു, നിന്റെ ആദ്യ ജാതൻ ഏശാവ്. ഒരേ അടുത്ത വാഴ തടവി നോക്കിയപ്പം രോഗം കൃത്യമാണ്. ഉടുപ്പ് മണത്തി മണത്തിയപ്പോൾ യാക്കോവിന്റെ ഉടുപ്പ, യേശാവിന്റെ ഉടുപ്പ. പക്ഷേ സ്വരം മാറിയില്ല. നീ ഏതെല്ലാം മാറ്റിയാലും മാറാത്ത ഒന്നുണ്ട്, നിന്നിൽ വിശുദ്ധമായിരിപ്പുണ്ട്. അതിന്റെ തമ്പുരാനല്ലാതെ വേറെ ആർക്ക് നിന്റെ നിലവാരത്തെ മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തെല്ലാം ഉണ്ടോ മാറ്റിയെടുത്തിട്ട് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ക്രിസ്തു ഉള്ളതായി, ക്രിസ്തു നിന്റെ വീട്ടിന്റെ നാഥനായി, ക്രിസ്തു നിന്റെ ജീവിതത്തിലെ ആമേൻ ഉടമ്പടിയുടെ ഒരു കർത്താവായി നിന്റെ കൂടെ ഉണ്ടോ, നീ പരിപ്രിയന്റെ കാര്യം വിശ്വസ്തത പാലിച്ചിരിക്കണം. എവിടെയെങ്കിലും പോകുമ്പോ അവിടെ പോകുന്നു എന്നല്ല, എവിടെ പോകുന്നു എന്ന് കൃത്യം